ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ മിച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും വന്നിട്ടുണ്ട്. അച്ചായിക്ക് കടയിൽ പോകണമായിരുന്നു. ഞങ്ങൾ രാത്രിയിലാണ് കേക്ക് കട്ട് ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും നോക്കുന്നുണ്ട്. ഞാനെടുത്ത് യൂട്യൂബിലൊക്കെ ഇടുമെന്നറിയാം. ഇത് അവൻ്റെ പ്രിയപ്പെട്ട ചാച്ചനാണ്. ഇത് ചൂച്ചി എന്ന് പറഞ്ഞാൽ അഖിലയുടെ ചേച്ചിയാണ്. ഇവന്മാരൊന്ന് ചേച്ചി കണ്ടല്ലോ. ഇത് ഉല്ലാച്ചയാണ്. ഉല്ലാച്ചിട്ട് താമസിച്ചാണ് വന്നത്. പിന്നെ അഖിലേണ്ണും എല്ലാവരും ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിപ്പുണ്ട്. ഇത് അവൻ അഖിലേട്ടൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റാണ്. സ്റ്റഡി ടേബിളാണ് മേടിച്ചു കൊടുത്തത്. കുറച്ച് ദിവസമൊക്കെ ഇതെല്ലാം ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനും കൊച്ചു അഖിലേണ്ണും കൂടിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. പിള്ളേരെ എല്ലാം വിളിച്ചായിരുന്നു, പക്ഷെ ഒരെണ്ണവും വരത്തില്ല. എല്ലാത്തിനും നാണാണ്. പൊന്നുകുട്ടിയെ എടുത്തിട്ട് അവൾ കരഞ്ഞിട്ട് അവൾ തിരിച്ചു കൊണ്ടുപോയിച്ചിട്ട. അവൻ്റെ പ്രത്യേകം അവൻ ചേച്ചിയോട് പറഞ്ഞിട്ട് അവൻ സ്പൈഡർമാൻ്റെ കേക്ക് ചേച്ചിയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അമ്മമ്മ ഒരു സ്റ്റൂള് വെച്ച് കൊടുത്തു. സ്റ്റൂളാ നിന്ന് എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ വേണ്ടി. അവൻ മമ്മിക്ക് കൊണ്ട് കേക്ക് കൊടുത്തു. പപ്പ വന്ന് പൊന്നുകുട്ടിക്കും കൂടെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അവൾക്ക് കേക്കൊന്നും വേണ്ടായിരുന്നു. അവൾ ചുമ്മാ എല്ലാവരും കണ്ടന്റ് ചെയ്തിട്ട് നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ അവനും കൊടുക്കുന്നുണ്ട്. അവൾ തട്ടി മാറ്റുന്നുണ്ട്. അവൾക്ക് വേണ്ട കേക്ക്. അവൾക്കെല്ലാം കൂടെ കണ്ടന്റ് എഴുതിയിൽ അവളിങ്ങനെ നോക്കി നോക്കി ഇരിക്കുവാണ്. ഇത് അവൻ്റെ കായംകുളത്തുള്ള അപ്പയും ചാച്ചനുമാണ്. എല്ലാവർക്കും കേക്ക് കൊടുക്കുവാണ്. ഇതാ ഈ ഡെക്കറേഷനൊക്കെ അവൻ്റെ പാപ്പനും ചിറ്റയും കൂടിയാണ് കേട്ടോ ചെയ്തത്. നീ ചൂച്ചി വരുന്നുണ്ട്. ചൂച്ചിക്ക് മാത്രം അവൾ കേക്ക് കൊടുക്കത്തില്ല. ചൂച്ചി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. എന്നിട്ട് കൊടുത്തു. കുഞ്ഞണിക്ക് കേക്ക് കൊടുക്കുന്നൊരു കോമഡി ആയിപ്പോയി. അമ്മമ്മ കേക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ജിതിനും കുഞ്ചായും കൂടെ എൻ്റെ വീഡിയോയെ പറ്റി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പാപ്പൻ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫുഡെല്ലാം ഓർഡർ ചെയ്തേക്കുവാണ്. ഈ കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ഫുഡിൻ്റെ പരിപാടിയിലോട്ട് പോകാൻ. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ എല്ലാവരും വന്നു. എല്ലാവർക്കും കേക്ക് കൊടുക്കുവാണ്. വിനീത മാമനും ജിഷ്ണു മാമനും ജിതിനും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുവാണ്. പിന്നെ ഞങ്ങൾ അംഗനവാടിയിലെ കൂട്ടുകാർക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചായിരുന്നു കൊടുക്കാൻ വേണ്ടി. ബർത്ത്ഡേ ആയിട്ട് ഒരു സന്തോഷമല്ലേ, കുഞ്ഞു പിള്ളേരല്ലേ. അപ്പോൾ പിന്നെ അപ്പോഴേക്കും ഇന്ന് അവധിയായിപ്പോയി. അത് സാരമില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാമെന്ന് ഓർത്തു. കുഞ്ഞേച്ചി അവളെ പൊന്നുകുട്ടീനെ എങ്ങനെയൊക്കെയോ മയക്കി എടുത്തു. കുഞ്ഞേച്ചി എപ്പോൾ വിളിച്ചാലും അവൾ പോകും. അവളൊരു മനുഷ്യരെ പോകാത്തവളാണ്. പക്ഷേ ചേച്ചിയുടെ പോകും. പിന്നെ എല്ലാവരും ഫുഡിൻ്റെ പരിപാടിയിലോട്ട് പോവുകയാണ്. ഇതവൻ്റെ പ്രിയപ്പെട്ട സജോ ചാച്ചനാണ്. അവൻ എന്ത് പറഞ്ഞാലും പറയും സച്ചിച്ചൻ അത്രയും പൊക്കം വേണം, സച്ചിച്ചനെ പോലെ ആവണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ, ഓക്കെ സി യു.